നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസിൽ കൈവിട്ട കളി പുറത്തെടുക്കുകയാണ് IRGC. ഇറാൻ സൈന്യം എന്നാണ് IRGCയെ പറയുന്നതെങ്കിലും ഇപ്പോൾ അവർ ഒരു ഭീകരതയുടെ മുഖമെടുത്തിരിക്കുകയാണ്. ഭീകരർ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിലേക്ക് ഇറാൻ സൈന്യം മാറിയിരിക്കുന്നു. ഹോർമുസിൽ വീണ്ടും വെടിവെപ്പ് തുടർന്നിരിക്കുകയാണ് IRGCയുടെ നേതൃത്വത്തിൽ. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നു. ഇന്ത്യൻ കപ്പൽ പിടിച്ചെടുത്തു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറയുന്നത് ഇന്ത്യൻ കപ്പലുകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഈ ഒരു നീക്കം നടന്നതോടുകൂടി ഹോർമുസിൽ വീണ്ടും വെടിവെപ്പുമായി IRGC കളത്തിലിറങ്ങിയതോടെ ഇസ്രയേൽ കലിതുള്ളി നിൽക്കുകയാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് IRGC കടന്നിട്ടുണ്ടെങ്കിൽ അതിശക്തമായ നീക്കം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ടെഹ്റാനിൽ കയറി അടിച്ചു തീർക്കും എന്ന് ഇപ്പോൾ കലിയിളകി ഇസ്രയേൽ രംഗത്തേക്ക് ചാടി ഇറങ്ങിയിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധം തങ്ങളെ വരിഞ്ഞു മുറുക്കിയതോടുകൂടി IRGC അതീവ ഭ്രാന്തമായ ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഹോർമുസിൽ കണ്ണിൽ കാണുന്ന കപ്പലുകൾക്ക് നേരെയെല്ലാം ആക്രമണം നടത്തുന്നു. ഇതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് മേലെ മറ്റ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണം, ഉപരോധങ്ങൾ പിൻവലിക്കണം. ഈ ഒരു ലക്ഷ്യമാണ് IRGC പുറത്തെടുക്കുന്നത്. എന്നാൽ അതിൽ വഴങ്ങാൻ താല്പര്യമില്ല എന്നും ഒരു തരത്തിലും IRGCയെ ഇനി വെച്ച് വാഴിക്കില്ല എന്നും അമേരിക്കയും കട്ടായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമുസിൽ ഒരു ഗറില്ല യുദ്ധ മോഡലാണ്, അതായത് ഹൂതികളുടെ ഒക്കെ രീതിയിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് IRGC പുറത്തെടുത്തിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന് ഇപ്പോൾ അവിടെ വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും എല്ലാം ഇറാൻ സേനയാണ്. അവരുടെ കൈകളിലേക്ക് പൂർണ്ണമായ ഒരു ഭരണം എത്തിയിരിക്കുകയാണ്. വെറി പിടിച്ച ഒരു രീതിയിലേക്ക് ഇറാൻ സൈന്യം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവരുടെ പല്ല് പറിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക ഇനിയും തങ്ങളെ കെട്ടിയിടാൻ നോക്കണ്ട എന്നും ഇറാന് ഈ സമയമാണ് അടി കൊടുക്കേണ്ടതെന്നും ഇനി കഴിഞ്ഞില്ലെങ്കിൽ ഇനിയൊട്ട് കഴിയാനും പോകുന്നില്ല എന്നും ഇനി അമേരിക്കയുടെ വാക്കുകൾ കേട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേലിലെ തീവ്ര ജൂത വിഭാഗം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ മൊസാദും IDFും അമേരിക്കയ്ക്ക് നേരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇറാന് നേരെയുള്ള ആക്രമണം തുടങ്ങണം എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് IDF. ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ നീട്ടി മണിക്കൂറുകൾക്കകമാണ് ഹോർമുസിൽ ഇറാൻ സേന വെടിവെപ്പ് തുടങ്ങിയത്. ഗുജറാത്തിലേക്കുള്ള ചരക്ക് കപ്പൽ ഉൾപ്പെടെ 2 കപ്പലുകൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിർണായക ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞയാഴ്ച ആക്രമണം ഉണ്ടായതിന് പിന്നാലെ നടന്ന ഈ സംഭവം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ കാരണമാകും. കഴിഞ്ഞ തവണ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ ഭരണകൂടത്തിന് S. ജയശങ്കർ കൃത്യമായ മറുപടി കൊടുത്തിരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ഞങ്ങൾക്ക് മറ്റ് വഴികൾ തേടേണ്ടി വരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്നതിന് മാത്രമേ ഇത് വഴി വെക്കൂ എന്ന്. ഇപ്പോൾ വീണ്ടും IRGC ഇന്ത്യൻ കപ്പലുകൾ ആക്രമിച്ചതോടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കലിതുള്ളുകയാണ്. ഇറാനെ ഇപ്പോൾ ഫോണിൽ വിളിച്ചിരിക്കുകയാണ്. അബ്ബാസ് അരാഗ്ജിയോട് ഇന്ത്യ ശക്തമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. പനാമയുടെ പതാകയുള്ള MSC ഫ്രാൻസെസ്ക, ലൈബീരിയൻ പതാകയുള്ള മിനോഡസ് എന്നീ കപ്പലുകളാണ് നിലവിൽ IRGC കസ്റ്റഡിയിലുള്ളതെന്നും ഇവ ഇറാനിലേക്ക് കൊണ്ടുപോയതായും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഒമാൻ ഉൾക്കടലിന് സമീപം US നാവിക ഉപരോധത്തിന്റെ ഭാഗമായി 2 ഇറാനിയൻ ചരക്ക് കപ്പലുകൾ US മറീനുകൾ പിടിച്ചെടുത്തതിന് പകരമായിട്ടാണ് ഇറാന്റെ ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ക്രമവും സുരക്ഷയും തകർക്കുന്നത് ഇറാന്റെ ചുവന്ന രേഖയായാണ് കണക്കാക്കുന്നത് എന്ന് IRGC നേവി പ്രസ്താവിച്ചു. കപ്പലുകൾക്ക് മേൽ ചാർജുകളും ട്രാൻസിറ്റ് ഫീസും ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് റവല്യൂഷണറി ഗാർഡ് ആലോചിക്കുന്നുണ്ടെന്നും ഏത് കപ്പൽ കടന്നു പോകുമ്പോഴും തങ്ങളുമായി ഏകോപനം നടത്തണമെന്നും ഇവർ അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. നിയമലംഘനം നടത്തിയ 2 കപ്പലുകളാണ് പിടിച്ചെടുത്തതെന്ന് IRGC വാദിക്കുകയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കേന്ദ്രം നൽകുന്ന വിവരമനുസരിച്ച് രാവിലെ 7:55ഓടെയാണ് തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ വെച്ച് റവല്യൂഷണറി ഗാർഡ് ആദ്യത്തെ കണ്ടെയ്നർ കപ്പലിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇറാനിയൻ ഗൺ ബോട്ട് വെടിയുതിർത്തതെന്ന് ഇവർ വ്യക്തമാക്കി. ഭാഗ്യവശാൽ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പരിസ്ഥിതി ആഘാതങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരു ചരക്ക് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടാകുകയും
കപ്പൽ ജലമധ്യേ തടയപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ കപ്പലിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസിന് സമീപം അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാനിയൻ ചരക്ക് കപ്പലിനെ ഞായറാഴ്ച US ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഉപരോധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇടപെടലായിരുന്നു ഇത്. അമേരിക്കയുടെ ഈ നടപടി കടൽ കൊള്ളയാണെന്നും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് വിശേഷിപ്പിച്ചതായി അവിടുത്തെ ടെലിവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ ഈ നീക്കത്തിന് തിരിച്ചടി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു കപ്പലുകൾ ആക്രമിക്കുകയും അവ പിടിച്ചെടുക്കാനും ഇപ്പോൾ IRGC തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടി സമാധാന ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ശ്രമം നടത്തിയിട്ടും വഴങ്ങാതെ ഇറാൻ വീണ്ടും പ്രകോപനം തുടരുകയാണ്. ഹോർമുസിലെ ഉപരോധം നീക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് റവല്യൂഷണറി ഗാർഡിന്റെ നിലപാട്. ഇതിനിടെ ഹോർമുസിൽ 3 കപ്പലുകൾക്ക് നേരെ വെടിവെച്ച ഇറാൻ സേന 2 എണ്ണമാണ് പിടിച്ചെടുത്തത്. ഇതോടെ മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമാകുകയാണ്. മറ്റ് രാജ്യങ്ങളെ കൂടി ഇപ്പോൾ ഈ ഒരു യുദ്ധകളത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് IRGC കണക്ക് കൂട്ടുന്നതും. എല്ലാ രാജ്യങ്ങളും കടലിലേക്ക് യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള ഒരു ചിന്ത. ഇവിടെ ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലുകളാണ് ആക്രമിച്ചത്. ഇതിനു മുൻപും കൃത്യമായി ലക്ഷ്യം വെച്ച് ഇന്ത്യൻ കപ്പലുകൾ ആക്രമിച്ചു. അപ്പോൾ ഇത് ഒരു നിസ്സാര വിഷയമല്ല, കരുതിക്കൂട്ടി നടത്തുന്ന ആക്രമണമാണ്. ഇതിൽ പാകിസ്ഥാൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അസിം മുനീർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെഹ്റാനിലുണ്ടായിരുന്നു. അസിം മുനീറും IRGCയും ചേർന്ന് ഇന്ത്യക്ക് നേരെ നീക്കം നടത്തുകയാണോ? ഇന്ത്യ ഒരു തന്ത്രപ്രധാന രാജ്യമാണ്, എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ഇനിയൊരു നിലപാടെടുത്താൽ അത് നിർണായകമാണ്. എന്തായാലും രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ അവരുടെ കപ്പലുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹോർമുസിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതിനിടെ പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ നീട്ടിയതെന്ന് ട്രംപിന്റെ നിലപാട്. ഭിന്നിച്ചു നിൽക്കുന്ന ഇറാൻ നേതൃത്വത്തിന് ഏകീകൃതമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സമയം നൽകുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാൻ നേതൃത്വം ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ IRGC പറയുന്നത് അമേരിക്ക തങ്ങളോട് മുട്ടിടിച്ചു എന്നാണ്. ഇപ്പോൾ വെടിനിർത്തൽ നീട്ടിയതിന് പിന്നിൽ ഭയമാണെന്നും IRGC വെല്ലുവിളിക്കുന്നു. ഹോർമുസിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സൂചനയാണ് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത്. മുന്നറിയിപ്പ് അവഗണിച്ച് നീങ്ങിയതിനാലാണ് വെടിവെച്ചത് എന്ന് IRGC പറയുമ്പോൾ, എന്നാൽ അതല്ല, കൃത്യമായി രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിച്ച് അവരെ കൂടി അമേരിക്കയ്ക്ക് മുൻപിൽ എത്തിക്കുക, സമ്മർദ്ദം ചെലുത്തുക, ഇറാന് മേലുള്ള ഉപരോധങ്ങൾ പിൻവലിപ്പിക്കുക, ഇതൊക്കെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. ഹോർമുസിലെ സ്ഥിതി വഷളായതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. എണ്ണവില കുതിക്കുമ്പോൾ രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ഇതോടുകൂടി രാജ്യങ്ങൾ എല്ലാവരും അമേരിക്കയ്ക്ക് മുൻപിലെത്തും. ഇറാനെ വെറുതെ വിടണം എന്നുള്ള ആവശ്യം ഇതോടെ മറ്റ് രാജ്യങ്ങൾ വയ്ക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളെല്ലാം സംഘടിച്ച് ഇറാന് നേരെ ഒരു നീക്കത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ IRGC കടലിൽ മുങ്ങും. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. കൊലവിളി തുടരുകയാണ് IRGC. എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണ ഭീഷണി ഉയർത്തുന്നു. ഹോർമുസിൽ ഈ വെടിവെപ്പ് കൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വയ്ക്കുന്നത്, അവർ പറയുന്നത്, എല്ലാ കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കും, അമേരിക്കയോട് ചങ്ങാത്തം കൂടി നിൽക്കുന്ന ആരുടെ കപ്പലുകളായാലും തങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെയും നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെയും സംബന്ധിച്ച ദുരൂഹതകൾ ചർച്ചയാകുന്നു. വധിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ട് 53 ദിവസം കഴിഞ്ഞിട്ടും ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിൽ ഇറാൻ അധികൃതർക്ക് തടസ്സങ്ങൾ നേരിടുന്നുവെന്നാണ് സൂചന. അതേസമയം ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി എവിടെയെന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം ഇല്ല. നിലവിൽ ഇറാനിലെ അധികാര കേന്ദ്രങ്ങളിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളും ദുരൂഹതകൾക്ക് ആക്കം കൂട്ടുന്നു. ഫെബ്രുവരി 28 നടന്ന US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയി മരിച്ചുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചത്. മൃതദേഹം ടെഹ്റാൻ കോമ്പൗണ്ടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ചിത്രങ്ങൾ പകർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഈ ചിത്രങ്ങൾ നേരിട്ട് കൈമാറിയതായിട്ടാണ് റിപ്പോർട്ട്. വാക്കാലുള്ള സ്ഥിരീകരണത്തിനപ്പുറം ഇന്റലിജൻസ് തലത്തിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന സൂചനകളും പുറത്തുവന്നു. പിന്നാലെ വിവരം അമേരിക്കയും ഇസ്രയേലും പുറത്തുവിട്ടു. തുടർന്ന് ഇറാൻ ഇത് സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. പരമോന്നത നേതാവ് മരിച്ചു എന്നതിന് നിരവധി സൂചനകൾ ഉണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പറഞ്ഞതും ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു.
ഖമനേയിയുടെ മരണവാർത്ത പുറത്തു വരുമ്പോൾ US സേനയെ ആക്രമിക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകൾ US-നുണ്ടായിരുന്നുവെന്ന് ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയും വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും മിസൈൽ പ്രതിരോധം ശക്തമാക്കിയിരുന്നു. എവിടെയാണ് മുജ്തബ ഖമനേയി? വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് ആദ്യഘട്ടത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബയെക്കുറിച്ച് ചില വാർത്തകൾ പുറത്തുവന്നത്. ഹോർമുസ് കടലിടുക്കിൽ നീക്കം കടുപ്പിക്കാനാണ് മുജ്തബ ഖമനേയി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടതെന്ന് ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ ന്യൂസ് റീഡർ വായിച്ചതും മുജ്തബ എവിടെയെന്ന ചോദ്യത്തിന് കാരണമായി. രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കില്ല എന്ന് പ്രസ്താവനയിൽ അറിയിച്ച മുജ്തബ ഇതുവരെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ചർച്ച. അയൽരാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്തുന്നതിൽ താൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഗൾഫ് മേഖലയിലെ US താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ തുടരും. മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും ഉടൻ അടച്ചുപൂട്ടണം. ഇറാൻ ശത്രുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം തേടുകയോ അതനുസരിച്ച് അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന് മുജ്തബ ഖമനേയി അന്ന് അറിയിച്ചത്. ഇറാനിലെ പുതിയ പരമോന്നത നേതാവിന്റെ അവസ്ഥ പുറം ലോകത്തിന് കൃത്യമായി അറിയാൻ സാധിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ സ്റ്റേറ്റ് TV മുജ്തബയെ റമദാൻ ജാൻബാസ് അഥവാ യുദ്ധത്തിന്റെ മുറിവേറ്റ പോരാളി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിനാൽ മുജ്തബയ്ക്ക് പരിക്കേറ്റതായുള്ള വിവരം സത്യമാണെന്ന് ഏകദേശം ഉറപ്പിക്കാം. എന്നാൽ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ഇറാൻ തയ്യാറായിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പിതാവിനേക്കാൾ തീവ്ര നിലപാടുകളുള്ള വ്യക്തിയാണ് മുജ്തബ ഖമനേയി എന്നാണ് റിപ്പോർട്ട്. പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ എന്നിവരെ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോർ അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇതാണ് നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. നിലവിൽ ഹോർമുസ് നിയന്ത്രിക്കുന്നത് IRGC ആണ്. IRGC ഒരു ഭീകര ഗ്രൂപ്പായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇവരെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രയേൽ ഇറങ്ങും എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന സൂചന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.